എനിക്ക് ആ സംവിധായകനെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഈ സംവിധായകൻ മലയാളത്തിൻ്റെ മുത്താണ്. കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഭയങ്കരമായിട്ട് കരയുന്ന, ഞാൻ കരഞ്ഞു, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസാണ്. അതായത് ഇത്രയും ഗംഭീരമായിട്ട് ഒരു മേക്കിംഗ് എൻ്റെ ലൈഫിൽ ഞാനൊരു ഹോളിവുഡിലും കണ്ടിട്ടില്ല, മലയാളത്തിലും കണ്ടിട്ടില്ല. ഹോളിവുഡിൽ കണ്ടില്ലെന്നാണ് ഞാൻ പറയാം. കാരണം യാതൊരു സാധാരണ ഒരു നമ്മളിപ്പോൾ ഒരു റെസ്ക്യൂ ഫിലിമുകളിലൊക്കെ ഭയങ്കര ഹെലികോപ്റ്ററോ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണല്ലോ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 2018 സിനിമ വന്നു, അതിൽ നിന്നൊക്കെ വേറിട്ടിട്ടുള്ളൊരു ദൃശ്യാനുഭവം. കാരണം ഈ സിനിമ ഹിറ്റാവുകയും അല്ലെങ്കിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. കാരണം മലയാളികളുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു തെളിവാണ്. കാരണം ഒരാളെ രക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി മലയാളിക്ക് മറ്റ് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത രീതിയിലുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ഫീലിങ്സ് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. ഇതൊരു എന്താ പറയുക, എന്നെക്കാളും അറിവുള്ളവർ ഇതിനെക്കുറിച്ച് പറയും. കാരണം ഇതൊരു ഗംഭീര എക്സ്പീരിയൻസാണ് സിനിമ. എല്ലാവരും ഇതൊരു ടീം വർക്കാണ് ഈ സിനിമ. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ആ കയത്തിൽ പെട്ടുപോയി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഫീലാണ്. അത് ആ സംവിധായകൻ്റെ ബ്രില്യൻസാണ്. ഇപ്പം ചിദംബരം അല്ലേ, മറ്റേ കുമ്പളങ്ങി നൈസ് ചെയ്ത ജാനേമൻ. ഓക്കെ, എന്തായാലും വമ്പനാണ്, കിടിലമാണ്. സുശേഷൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മലയാള സിനിമയുടെ സെയിം മാറ്റും. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. സ്റ്റാഫിന് ഓ സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, നൈസായിരുന്നു. ഓ അത് വലിയ ത്രില്ലറല്ല, എന്നാലും ത്രില്ലിങ്. നല്ല സിനിമയായിരുന്നു. കണ്ടിരിക്കേണ്ട സിനിമയാണ്. പിന്നെ റിയൽ സ്റ്റോറിയാണെന്നും കൂടെ അറിയുമ്പോഴത്തേക്കും കണ്ടില്ല. നല്ല സിനിമയാണ്. ഭയങ്കര എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിന്നു. ഞാനും മോനും കൂടെയാണ് വന്നത്. അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിരിക്കേണ്ട സിനിമയാണ്. എല്ലാവരും കാണണം. നല്ല സിനിമയാണ്. കട്ടകൾ ഇത് തന്നെ പറഞ്ഞു. നല്ല സിനിമയാണ്. കൊള്ളാം നല്ലത്. അല്ല കുഴപ്പമില്ല. ഉണ്ട്. പടം നല്ല പടമായിരുന്നു. പിന്നെ അതിൽ സൗണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ, ഡയലോഗ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ നല്ലൊരു പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് സീറ്റ് സൂപ്പറാണ്. സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റാണ്. സൂപ്പർ പടം. ഇഷ്ടപ്പെട്ട നമ്മുടെ ഇന്റർവെല്ലിൽ മേക്കിംഗ്. നല്ല സൂപ്പർ സിനിമ, ഭംഗിയായിട്ടുണ്ട്. വൻ വിജയമായിരിക്കും. കരഞ്ഞു പോകുമോ? കരയാനുള്ള സാധ്യത ഉണ്ട്. കൊള്ളാം കേട്ടോ, നല്ല സിനിമ. വലിയ വിജയമാവും ഈ വർഷത്തെ. ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ. മേക്കിംഗ് ആണ് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ്ങും സിനിമാറ്റോഗ്രാഫി, പിന്നെ മൊത്തത്തിൽ ആ സോങ് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു കമൽഹാസൻ്റെ സിനിമയുടെ ആ ഒരു സാധനം പ്ലേസ് ചെയ്തേക്കുന്ന രീതി ഇൻ്റലിജൻറ്റ് ഗുണം. അതിൻ്റെ മേക്ക് ചെയ്ത് ആ ഒരു മ്യൂസിക് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് തിയേറ്ററിൽ കാണേണ്ട സാധനമാണ്. അത് ഗംഭീരമായിരുന്നു. മൊത്തത്തിൽ അടിപൊളി. കൊടുക്കുന്ന ആ ഒരു സാധനം നമുക്ക് ഈ യൂത്തിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. കാരണം ആ ഒരു ബോണ്ടും വാല്യൂവും സെക്കൻഡ് ഹാഫിലൊക്കെ നമുക്ക് മാക്സിമം ഫീൽ ചെയ്യാം. ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ. കട്ടയിൽ കൂടെ നിൽക്കുന്നുണ്ടോ? അവന്മാരെ കൂടെ നിൽക്കുകയാണ്. ഇപ്പോൾ അടിപൊളി.